ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മൾ ഏണിങ്സ് പെർ ഷെയറിൽ ബേസിക്സ് പഠിച്ചു, വെയിൻസിൻ്റെ കാൽക്കുലേഷൻ പഠിച്ചു. ഇനി നമ്മൾ ഇതിൽ വരുന്നൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ബോണസ് ഷെയർസ്. ഈ ബോണസ് ഷെയർ വരുമ്പോൾ ഏണിങ്സ് പെർ ഷെയർ നമ്മളെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ഈ ബോണസ് ഷെയർ എന്താണെന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നമ്മൾ വീണ്ടും ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എന്താണ് ഈ ബോണസ് ഷെയർ? ബോണസ് ഷെയർ പറഞ്ഞാൽ ഫ്രീ ഷെയർസ് അല്ലേ. ഒരു കമ്പനി അവരുടെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഫ്രീ ആയിട്ട് ഷെയർ കൊടുക്കുന്നതിനെയാണ് ബോണസ് ഷെയർ എന്ന് പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അത് ഫ്രീ ആണോ? നിങ്ങൾ ആലോചിച്ച് നോക്കുക, യഥാർത്ഥത്തിൽ ഫ്രീ ആണോ? അല്ല. നമ്മൾ ഈ റേഷൻ കടയിൽ നിന്ന് ഈ കോവിഡ് സമയത്ത് നമുക്ക് കിറ്റ് കിട്ടുമായിരുന്നു അല്ലേ. നമ്മൾ ആ ടൈമിൽ പേയ്മെൻറ്റ് കൊടുക്കണ്ടായിരുന്നില്ല. പക്ഷെ അത് പ്രത്യക്ഷത്തിൽ ഫ്രീ ആണെങ്കിലും അതെങ്ങനെയാണ് ഫൈനാൻസ് ചെയ്യണത്? നമ്മൾ GST ആയിട്ടും ഇൻകം ടാക്സ് ആയിട്ടൊക്കെ അടയ്ക്കുന്ന ടാക്സാണ്. അപ്പം നമ്മൾ നേരിട്ട് ആ സമയത്ത് ക്യാഷ് കൊടുക്കുന്നില്ലെങ്കിലും നമ്മൾ അടച്ച ടാക്സ് എന്നാണ് അത് കിട്ടുന്നത്. അതേപോലെ തന്നെ ഈ ബോണസ് ഷെയർ എന്ന് പറയുമ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് എന്താണ്, ഇപ്പോൾ ഫ്രീ ആയിട്ട് ഷെയർ കമ്പനി കൊടുക്കും. പക്ഷെ അതിൻ്റെ കാശ് എന്ത് ചെയ്യും? ലാഭത്തിൽ നിന്ന് എടുക്കും. ഈ ലാഭം ഷെയർ ഹോൾഡേഴ്സിന് അവകാശപ്പെട്ടല്ലേ, ആ ലാഭത്തിൽ നിന്ന് എന്ത് ചെയ്യും? ആരെടുക്കും? കമ്പനി എടുക്കും. അപ്പോൾ അത് നമ്മൾ ഈ ബോണസ് ഷെയർ എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കും. പക്ഷെ നമ്മൾക്ക് ഇപ്പോഴത്തെ അണ്ടർസ്റ്റാൻഡിങ് എന്താ? ബോണസ് ഷെയർ പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സിന് ഷെയർ കൊടുക്കും, അവരിൽ നിന്ന് കാശ് വാങ്ങിക്കില്ല. ആ കാശ് ലാഭത്തിന് അഡ്ജസ്റ്റ് ചെയ്യും, പക്ഷെ അവരിൽ നിന്ന് എന്ത് ചെയ്യില്ല? കാശ് വാങ്ങിക്കില്ല, ഫ്രീ ഷെയർ. അപ്പോൾ ഈ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്ത കൊല്ലം നമ്മൾ എങ്ങനെ EPS കാൽക്കുലേറ്റ് ചെയ്യും? അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം, എന്നിട്ട് അതിൻ്റെ ബാക്ക് വർക്കിങ്സ് നോക്കാം. അപ്പോൾ എൻ്റെ ഒരു കമ്പനി, അതിൻ്റെ ഫിനാൻഷ്യൽ ഇയർ 2023-24 ഉണ്ട്. അതേ കമ്പനിയുടെ ഫിനാൻഷ്യൽ ഇയർ 2024-25. ഓക്കെ, 2 കൊല്ലവും നെറ്റ് പ്രോഫിറ്റ് സെയിം ആണെന്ന് വിചാരിക്കുക. 20 lakhs 2 വർഷം എന്നാണ് ലാഭം സെയിം 20 lakh. നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ ഫസ്റ്റ് ഇയർ എത്രയാണ്? 1 lakh ഇക്വിറ്റി ഷെയർ. ഫസ്റ്റ് ഇയർ എത്രയാണ്? 1 lakh ഇക്വിറ്റി ഷെയർ. സെക്കൻഡ് ഇയർ 2 lakhs. ഈ 2 lakh ആവാൻ കാരണം 1 ലക്ഷം ഷെയർ ബോണസ് ഇഷ്യൂ ചെയ്തു. 1 ലക്ഷം ഷെയർ എന്ത് ഇഷ്യൂ ചെയ്തു? ബോണസ്. അപ്പോൾ 2 lakh ആയി. നമ്മൾ ഏണിങ്സ് പെർ ഷെയർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ കണ്ടുപിടിക്കുക? പ്രോഫിറ്റ് ബൈ നമ്പർ ഓഫ് ഷെയർസ്. സോ 23-24 പ്രോഫിറ്റ് 20 ലക്ഷം അല്ലേ, ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഷെയർ 1 ലക്ഷം. സോ ഒരു ഷെയറിൻ്റെ ലാഭം 20. രണ്ടാമത്തെ കൊല്ലം അതേ ലാഭമാണെന്ന് അസ്യൂം ചെയ്യുക, 20 ലക്ഷം. നമ്പർ ഓഫ് ഷെയർ 2 ലക്ഷം. സോ 20 ലക്ഷം ബൈ 2 ലക്ഷം, ഷെയർ 10. ഷെയറിൻ്റെ EPS എന്താണ്? 10 ആണ്. അപ്പോൾ കഴിഞ്ഞ കൊല്ലം എത്രയാണ് ലാഭം? 20 ലക്ഷം. ഇക്കൊല്ലം എത്രയാണ് ലാഭം? 20 ലക്ഷം. കഴിഞ്ഞ കൊല്ലം എത്ര ഷെയർ ഉണ്ടായിരുന്നു? 1 ലക്ഷം ഷെയർ. ഇക്കൊല്ലം 2 ലക്ഷം ഷെയർ. എന്തുകൊണ്ടാണ് 2 ലക്ഷം? 1 ലക്ഷം ഷെയർ നമ്മൾ ബോണസ് ആയിട്ട് ഇഷ്യൂ ചെയ്തു. EPS എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? നമ്മൾ പ്രോഫിറ്റ് ബൈ നമ്പർ ഓഫ് ഷെയർസ്. സോ പ്രോഫിറ്റ് 20 lakh ഡിവൈഡ് ബൈ 1 lakh 20. സെക്കൻഡ് ഇയർ 20 lakh ബൈ 2 10. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് എന്താ തോന്നുക? നമ്മുടെ ഏണിങ്സ് പെർ ഷെയർ കുറഞ്ഞു. സോ കമ്പനിയുടെ പെർഫോമൻസ് കുറഞ്ഞു. ഇനി 20 ഉണ്ടായിരുന്ന EPS ഇപ്പോൾ എത്രയേ ഉള്ളൂ? 10 ഉള്ളൂ. പക്ഷേ ഇവിടെ യഥാർത്ഥത്തിൽ കുറഞ്ഞു. നമ്മുടെ പെർഫോമൻസ് കുറഞ്ഞു. ആലോചിച്ച് നോക്കുക, കഴിഞ്ഞ കൊല്ലം 1 ലക്ഷം ഷെയർ ഉണ്ടായിരുന്നു. ഇക്കൊല്ലം 2 ലക്ഷം ആവാൻ കാരണം എന്താ? 1 ലക്ഷം ഷെയർ ബോണസ് ഇഷ്യൂ. ഈ ബോണസ് ഇഷ്യൂ ചെയ്യുമ്പോൾ കമ്പനിക്ക് കാശ് കിട്ടുന്നുണ്ടോ? ഇല്ല. കഴിഞ്ഞ കൊല്ലം എത്രയാണോ നമ്മുടെ കയ്യിൽ ഫണ്ട് ഉണ്ടായിരുന്നത്, അതേ ഫണ്ട് വെച്ചിട്ട് തന്നെയാണ് ഇക്കൊല്ലം നമ്മൾ എന്ത് ചെയ്യുന്നത്? ബിസിനസ് ചെയ്ത്. എന്നിട്ടാണ് നമ്മൾ അതേ ലാഭം ഉണ്ടാക്കിയത്. സത്യം പറഞ്ഞാൽ പെർഫോമൻസ് മെയിൻറ്റെയിൻഡ് ആണ്. കഴിഞ്ഞ കൊല്ലത്തെ അതേ പെർഫോമൻസ് ഇക്കൊല്ലം നമ്മൾ കീപ്പപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് നോക്കിയാൽ എന്ത് തോന്നും? നമ്മുടെ EPS കുറഞ്ഞു. ആലോചിച്ച് നോക്കൂ, കഴിഞ്ഞ കൊല്ലം നിങ്ങളുടെ 1 ലക്ഷം ഷെയറുടെ കാശേ ഉള്ളൂ. ഇക്കൊല്ലം നമ്പർ ഓഫ് ഷെയർ 2 ലക്ഷമായി. പക്ഷേ ബോണസ് ഇഷ്യൂ ചെയ്യുമ്പോൾ കമ്പനിക്ക് കാശ് കിട്ടില്ലല്ലോ. അപ്പോൾ കമ്പനിക്ക് എന്താണ്? പുതിയതായി കാശൊന്നും കിട്ടിയിട്ടില്ല. അതേ 1 ലക്ഷം ഷെയറുടെ കാശേ ഉള്ളൂ. അത് വെച്ചിട്ടാണ് ഇക്കൊല്ലവും ലാഭം 20 ലക്ഷം ഉണ്ടാക്കിയത്. കഴിഞ്ഞ കൊല്ലം എന്താണോ പെർഫോമൻസ് അത് തന്നെയാണ് ഇക്കൊല്ലവും പെർഫോമൻസ്. പക്ഷേ നമ്മൾ നോക്കിയാൽ എന്താ? EPS കുറഞ്ഞു. അത് തെറ്റല്ലേ? കാരണം പെർഫോമൻസ് സെയിം ആണല്ലോ. അപ്പോൾ EPS കാണിക്കുന്നത് തെറ്റാണ്. അപ്പോൾ നമ്മുടെ കാൽക്കുലേഷനിൽ എന്തുണ്ട്? പ്രശ്നമുണ്ട് അല്ലേ. കഴിഞ്ഞ കൊല്ലത്തെ അതേ പെർഫോമൻസ് ആണ് ഇക്കൊല്ലവും മെയിൻറ്റെയിൻ ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഇൻഡേഴ്സ് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ബോണസ് ഇക്കൊല്ലം അല്ല, കഴിഞ്ഞ കൊല്ലം തുടക്കം തന്നെ ഇഷ്യൂ ചെയ്തതായിട്ട് അസ്യൂം ചെയ്യുക. അസ്യൂം ദാറ്റ് ബോണസ് ഷെയർസ് ആർ ഇഷ്യൂഡ് ഫ്രം ദി ബിഗിനിങ് ഓഫ് ദി പ്രീവിയസ് ഇയർ. കഴിഞ്ഞ കൊല്ലം തുടക്കം തൊട്ട് തന്നെ എന്തുണ്ട്? ബോണസ് ഷെയർ ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ ഷെയർ 1 ലക്ഷത്തിന് മാറ്റി കഴിഞ്ഞ കൊല്ലം തുടക്കം തൊട്ട് തന്നെ ഈ ബോണസ് ഉണ്ടെങ്കിലോ 2 ലക്ഷം. കഴിഞ്ഞ കൊല്ലം തുടക്കം തൊട്ട് തന്നെ ബോണസ് ഉണ്ടെങ്കിൽ ഇതെന്താവും? കഴിഞ്ഞ കൊല്ലം 2 ലക്ഷം. അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ EPS എത്രയാവും? 20 ലക്ഷത്തിന് 2 ലക്ഷമായി, 10ആയി.
ഇക്കൊല്ലത്തെ EPS എത്ര 10. സോ സെയിം പെർഫോമൻസ്. കഴിഞ്ഞ കൊല്ലത്തെ EPS എന്തായി 10, ഇക്കൊല്ലത്തെ ഈ 10, 20 ലക്ഷം ബൈ 2 ലക്ഷം 10. പക്ഷേ ഇക്കൊല്ലം ബോണസ് ഇഷ്യൂ ചെയ്യുമ്പോൾ കാശൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അത് കൺസിഡർ ചെയ്തില്ലെങ്കിൽ നമ്മുടെ പെർഫോമൻസ് കുറഞ്ഞ പോലെ ഉണ്ടാവും. അപ്പോൾ എന്താ സ്റ്റാൻഡേർഡ് പറയുന്നത്, ഇക്കൊല്ലം ബോണസ് എടുക്കേണ്ടതെന്നല്ല, കഴിഞ്ഞ കൊല്ലം സ്റ്റാർട്ടിങ് തൊട്ട് തന്നെ ബോണസ് ചെയ്യണം. അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ ഷെയർ 1 ലക്ഷം അല്ല 2 ലക്ഷം. അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ EPS 20 അല്ല 10 ആണ്. പക്ഷേ സാർ കഴിഞ്ഞ കൊല്ലം നമ്മൾ ഓൾറെഡി FS ഉണ്ടാക്കി കഴിഞ്ഞു, ഓഡിറ്റ് ചെയ്ത് കഴിഞ്ഞു, അത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുത്തു കഴിഞ്ഞു, നമ്മൾ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന് കൊടുത്തു കഴിഞ്ഞു. അത് പോയി മാറ്റാൻ പറ്റുമോ? പറ്റില്ല. ഓൾറെഡി ഓഡിറ്റ് ചെയ്ത് കൊടുത്ത് മാറ്റാൻ പറ്റില്ല. അതിലെന്തായിരിക്കും EPS 20 ആയിരിക്കും. പക്ഷേ ഇക്കൊല്ലം FS ഉണ്ടാക്കില്ലേ, നമ്മൾ ഈ കമ്പനിയുടെ FS ഉണ്ടാക്കുമ്പോൾ എന്താ, ഒരു കോളം കറണ്ട് ഇയറും ഒരു കോളം പ്രീവിയസ് ഇയർ. കഴിഞ്ഞ പോലത്തെ FS പോയി തിരിച്ച് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഷെയർ ഹോൾഡേഴ്സിൻ്റെ നിന്നും ബാങ്കിൻ്റെ നിന്നും മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിനൊന്നും തിരിച്ചു വയ്ക്കാൻ പറ്റില്ല. അതിൽ ലാഭം 20 ലക്ഷം, നമ്പർ ഓഫ് ഷെയർ 1 ലക്ഷം, EPS 20 എന്ന് കാണിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇക്കൊല്ലത്തെ ഫിനാൻഷ്യൽസിൽ നമ്മുടെ FS നോക്കിയാൽ അറിയാം, ഒരു കറണ്ട് ഇയർ കോളും ഉണ്ടാവും, ഒരു പ്രീവിയസ് ഇയർ കോളും ഉണ്ടാവും. ആ പ്രീവിയസ് ഇയറിൽ നമ്മൾ എന്ത് ചെയ്യും, കഴിഞ്ഞ കൊല്ലം 20 കാണിക്കില്ല, 10 കാണിക്കും. കഴിഞ്ഞ കൊല്ലത്തെ FS പോയി വീണ്ടും തിരിച്ച് വാങ്ങിക്കാൻ പറ്റില്ല. പക്ഷേ ഇക്കൊല്ലത്തെ FSൽ പ്രീവിയസ് ഇയർ കോളത്തിൽ എന്ത് ചെയ്യുക, ഇത് റീകാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് നമ്മൾ റീകാൽക്കുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഈ 10നെ നമ്മൾ എന്ത് വിളിക്കും, ഒന്നെങ്കിൽ അഡ്ജസ്റ്റഡ് EPS അല്ലെങ്കിൽ റീസ്റ്റേറ്റഡ് EPS എന്ന് പറയും. എന്താ വിളിക്കുക, അഡ്ജസ്റ്റഡ് EPS. കഴിഞ്ഞ കൊല്ലം അത് 20 കാണിച്ചാണ്. പക്ഷേ ഇക്കൊല്ലം നമ്മൾ അത് എന്താ അസ്യൂം ചെയ്യാൻ പറയുന്നത്, ബോണസ് ഇക്കൊല്ലം മാത്രം എടുത്താൽ നിങ്ങൾക്ക് കൂടുതൽ കാശൊന്നും കിട്ടിയിട്ടില്ല, പെർഫോമൻസ് കുറഞ്ഞ പോലെ തോന്നും. സോ ആ ഒരു കമ്പാരിസൺ വരണ്ട പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ആ ഒരു മിസ്ലീഡിങ് ഇൻഫർമേഷൻ വരണ്ട എന്ന് പറഞ്ഞ് ഇൻഡേഴ്സ് എന്താ പറയുന്നത്, അസ്യൂം ദാറ്റ് ബോണസ് ഷെയർസ് ഹാവ് ബീൻ ഇഷ്യൂഡ് ഫ്രം ദി ബിഗിനിങ് ഓഫ് ദി പ്രീവിയസ് ഇയർ. അപ്പോൾ കഴിഞ്ഞ കൊല്ലം തുടക്കം തൊട്ട് തന്നെ ആ 1 ലക്ഷം ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ ഷെയർ 1 അല്ല 2 ആണ്. കഴിഞ്ഞ കൊല്ലത്തെ EPS 20 അല്ല 10 ആണ്. പക്ഷേ കഴിഞ്ഞ കൊല്ലത്തെ FS ഓൾറെഡി ഓഡിറ്റ് ചെയ്ത് എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞാൽ ഇനി മാറ്റാൻ പറ്റുമോ? പറ്റില്ല. പക്ഷേ ഇക്കൊല്ലത്തെ FSൽ കറണ്ട് ഇയർ കോളം ഇക്കൊല്ലത്തെ കാണിക്കും, പ്രീവിയസ് ഇയർ കോളത്തിൽ ഈ ചേഞ്ച് വരുന്നത്. അപ്പോൾ ഓൾറെഡി കഴിഞ്ഞ കൊല്ലം കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് റീകാൽക്കുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇതിനെന്ത് വിളിക്കും, റീസ്റ്റേറ്റഡ് EPS അല്ലെങ്കിൽ അഡ്ജസ്റ്റഡ് EPS. അപ്പോൾ ഇക്കൊല്ലത്തെ നമ്മൾ FSൽ EPS എന്ന് പറയുമ്പോൾ കറണ്ട് ഇയർ എന്താണ്, 20 ലക്ഷം ബൈ 2 10. പ്രീവിയസ് ഇയർ എത്ര വരും, 20 വരില്ല, അതിന് വരെ 10. സോ കമ്പയർ ചെയ്യുമ്പോൾ സെയിം പെർഫോമൻസ് ആണ്. പക്ഷേ കഴിഞ്ഞ കൊല്ലം ഓഡിറ്റ് ചെയ്ത FS നോക്കിയാൽ എത്ര ഉണ്ടാവും, 20 ഉണ്ടാവും. അതുകൊണ്ട് അതിന് റീകാൽക്കുലേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അതിന് എന്ത് പറയുന്നത്, അഡ്ജസ്റ്റഡ് EPS എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റീസ്റ്റേറ്റഡ് EPS എന്ന് പറയും. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 9. നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ ഇയർ 2021. 2021 പ്രോഫിറ്റ് 18 ലക്ഷം. നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ ഇയർ 2022. ഇക്കൊല്ലത്തെ ലാഭം 60 ലക്ഷം. നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ ഔട്ട്സ്റ്റാൻഡിങ് ടിൽ 30th September 2020. ഇക്കൊല്ലം സെപ്റ്റംബർ 30 വരെ എത്ര ഇക്വിറ്റി ഷെയർ ഉണ്ടായിരുന്നു, 20 ലക്ഷം. ബോണസ് ഇഷ്യൂ ഓൺ 1st October. ഒക്ടോബർ 1 തീയതി ബോണസ് ഇഷ്യൂ ചെയ്തു. ബോണസ് പറഞ്ഞാൽ ഫ്രീ ഷെയർ. എങ്ങനെ ഇഷ്യൂ ചെയ്ത്, 2 ഇക്വിറ്റി ഷെയർ ഫോർ ഈച്ച് ഇക്വിറ്റി ഷെയർ ഔട്ട്സ്റ്റാൻഡിങ്. ഇപ്പം നിലവിലുള്ള ഓരോ ഇക്വിറ്റി ഷെയറിനും 2 ഷെയർ ഫ്രീ ആയിട്ട് കൊടുത്തു. കാൽക്കുലേറ്റ് ബേസിക്സ് ഏർണിംഗ് പെർ ഷെയർ. അപ്പോൾ നമുക്ക് എന്താണ് അസംഷൻ, ബോണസ് ഉണ്ടെങ്കിൽ ബോണസ് ഇക്കൊല്ലം സെപ്റ്റംബറിലല്ല, കഴിഞ്ഞ കൊല്ലം തുടക്കം തൊട്ട് തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഇക്കൊല്ലത്തെ ബേസിക് EPS കണ്ടുപിടിക്കും. ഇക്കൊല്ലത്തെ ബേസിക് EPS 2022. ഇക്കൊല്ലം എത്രയാണ് ലാഭം, 60 ലക്ഷം. ഇക്കൊല്ലം എത്ര ഷെയർ ഉണ്ട്, ബോണസ് ഇഷ്യൂ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ കയ്യിൽ 20 ലക്ഷം ഉണ്ട്. ബോണസ് ഇക്കൊല്ലമല്ല, കഴിഞ്ഞ കൊല്ലം തുടക്കം തൊട്ട് തന്നെ ഉണ്ട് പറഞ്ഞാൽ ഇക്കൊല്ലവും ഫുള്ളുണ്ട്. സോ എന്താണ്, 20 ലക്ഷം. ഓരോ ഇപ്പോഴുള്ള ഷെയറിനും 2 ലക്ഷം ഷെയർ, 2 ഷെയറാണ് ബോണസ് ആയിട്ട് ഇഷ്യൂ ചെയ്ത്. ഫോർ ഈച്ച് ഇക്വിറ്റി ഷെയർ 2 ഷെയർ. സോ 20 ലക്ഷം ഇൻറ്റു 2 പറഞ്ഞാൽ 40 ലക്ഷം ഷെയർ നമ്മൾ ബോണസ് ആയിട്ട് ഇഷ്യൂ. 40 ലക്ഷം ഷെയർ ബോണസ് ഇഷ്യൂ. അപ്പോൾ നമ്മുടെ കയ്യിൽ മൊത്തം എത്ര ലാഭം, 60 ലക്ഷം. മൊത്തം എത്ര ഷെയർ ഉണ്ട് അല്ലേ, 20 ലക്ഷം ബോണസിന് മുന്നേ, ബോണസ് കഴിഞ്ഞ കൊല്ലം തുടക്കം തൊട്ട് തന്നെ ഉണ്ട്. അപ്പോൾ ഇക്കൊല്ലം മൊത്തം ഉണ്ട്. സോ 20 40 60 ലക്ഷം. എത്ര വരും, 1 രൂപ. ഇക്കൊല്ലത്തെ EPS എത്ര, 1 രൂപ. ഇനി കഴിഞ്ഞ കൊല്ലം ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ടാവും, EPS കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. 2021 ഓൾറെഡി EPS കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. എത്രയാണ് കഴിഞ്ഞ കൊല്ലത്തെ ലാഭം, 18 ലക്ഷം. ഡിവൈഡ് ബൈ കഴിഞ്ഞ കൊല്ലം എത്ര നമ്പർ ഓഫ് ഷെയർ ഉണ്ട്, ബോണസ് ഇല്ലല്ലോ കഴിഞ്ഞ കൊല്ലം, 20 ലക്ഷം. 18 ലക്ഷം ബൈ
20 ലക്ഷം പറയുമ്പോൾ 0.9. ഇത് കഴിഞ്ഞ പോലെ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞ പോലത്തെ എഫ്എസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അതൊന്നും മാറ്റാൻ പറ്റില്ല. പക്ഷെ ഇക്കൊല്ലം നമ്മൾ ഇതിനെന്ത് ചെയ്യും? റീകാൽക്കുലേറ്റ്. ഇക്കൊല്ലത്തെ എഫ്എസിലെ കറണ്ട് ഇയർ കോളത്തിൻ്റെ ഇപ്പുറത്ത് പ്രീവിയസ് ഇയർ കോളത്തിൽ എന്ത് ചെയ്യും? കാണിക്കുമല്ലോ. പ്രീവിയസ് ഇയർ കോളം പറഞ്ഞാൽ പ്രീവിയസ് ഇയർ ഡാറ്റ കാണിക്കാനാണ്. കറണ്ട് ഇയറും പ്രീവിയസ് ഇയർ അതിൽ നമ്മൾ എന്ത് ചെയ്യും? EPS റീകാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ അതിനെന്താ വിളിക്കുക? അഡ്ജസ്റ്റഡ് EPS. എന്ത് വിളിക്കും? അഡ്ജസ്റ്റഡ് EPS. ഏതാ കൊല്ലം? 2021. എത്രയാണ് ലാഭം? 18 ലക്ഷം. ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഷെയർ എത്രയാണ്? ശരിക്കും കഴിഞ്ഞ പോലെ എത്രയേ ഉള്ളൂ? 20 ലക്ഷം ഉള്ളൂ. പക്ഷെ എന്താ സ്റ്റാൻഡേർഡ് പറയുന്നത്? ഈ ബോണസ് ഷെയർ ഇക്കൊല്ലം സെപ്റ്റംബറിൽ ഇഷ്യൂ ചെയ്തു എന്ന് വിചാരിക്കേണ്ട. കഴിഞ്ഞ കൊല്ലം തുടക്കം തൊട്ട് തന്നെ ഉണ്ട് എന്ന് വിചാരിക്കും. കാരണം ഇക്കൊല്ലവും കഴിഞ്ഞ കൊല്ലം എന്താണ്? ബോണസ് ഉണ്ട്. കാരണം ബോണസ് ഇഷ്യൂ ചെയ്യുമ്പോൾ ഇക്കൊല്ലം കാശ് കിട്ടുന്നില്ലല്ലോ. ഇക്കൊല്ലം മാത്രം എടുത്താൽ ഇക്കൊല്ലത്തെ EPS കുറയും. അപ്പോൾ കഴിഞ്ഞ കൊല്ലം ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ്? കമ്പാരിസൺ എന്താവും? ഈക്വിറ്റബിൾ ആവും. 2 കൊല്ലം അത് വന്നു. അപ്പോൾ കഴിഞ്ഞ കൊല്ലം തുടക്കം തൊട്ട് തന്നെ എന്താണ്? ആ 40 ലക്ഷം ബോണസ് ഷെയർ ഉണ്ട്. അപ്പോൾ എന്താവും നമ്മുടെ EPS? 18 ലക്ഷം ബൈ 60 ലക്ഷം, 0.3. സർ പക്ഷേ കഴിഞ്ഞ പോലത്തെ EPS 0.9 ഓൾറെഡി കൊടുത്തല്ലേ? അതെ, അതുകൊണ്ടാണ് ഇതിനെ എന്ത് വിളിക്കുന്നത്? റീസ്റ്റേറ്റഡ് EPS അല്ലെങ്കിൽ അഡ്ജസ്റ്റഡ് EPS. സോ ഇക്കൊല്ലത്തെ എഫ്എസ്, അതായത് 2022 എഫ്എസിൽ നമുക്ക് കറണ്ട് ഇയർ കോളും ഉണ്ടാവും, പ്രീവിയസ് ഇയർ കോളും ഉണ്ടാവും. അതിൽ EPSൽ കറണ്ട് ഇയർ കോളത്തിൽ കറണ്ട് ഇയർ എത്ര? 1. പ്രീവിയസ് ഇയർ ശരിക്കും കഴിഞ്ഞ പോലെ കാൽക്കുലേറ്റ് 0.9 ആണ്, അതെടുക്കില്ല. ഇപ്പോൾ നമ്മൾ റീകാൽക്കുലേറ്റ് ചെയ്ത് 0.3 ആണ് എടുക്കുക. അതിനെയാണ് എന്ത് പറയുന്നത്? റീസ്റ്റേറ്റഡ് EPS. സോ ബോണസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് കാശൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഇക്കൊല്ലം മാത്രം എടുത്താൽ ഇക്കൊല്ലത്തെ നമ്പർ ഓഫ് ഷെയർ കൂടും. എന്നാൽ നമ്മുടെ കൂടുതൽ കാശ് കിട്ടിയിട്ടല്ല EPS നമ്മൾ കുറയുന്നത്. നമുക്ക് ആ കാശ് കയ്യിലൊന്നും വരുന്നില്ല. കഴിഞ്ഞ കൊല്ലം എന്താണോ കാശ് അത് തന്നെയാണ് ഇക്കൊല്ലവും കാശ്. പക്ഷെ എന്നാൽ നമ്പർ ഓഫ് ഷെയർ മാത്രം കൂടി EPS കുറഞ്ഞ പോലെ തോന്നും. അതുകൊണ്ട് എന്താണ്? ബോണസ് ഇക്കൊല്ലമുള്ള പോലെ കഴിഞ്ഞ കൊല്ലം ഉണ്ടെന്ന് എടുക്കുക. അപ്പോൾ എന്താണ്? കമ്പാരിസൺ ശരിയാവും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബോണസിൻ്റെ കോൺസെപ്റ്റ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യനാണ് ഈ ക്വസ്റ്റ്യൻ നമ്പർ 8. ഇതൊന്ന് സെൽഫായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ബോണസിൻ്റെ കൺസെപ്റ്റ് നമുക്ക് അടുത്ത വീഡിയോയിൽ എന്ത് ചെയ്യാം? റൈറ്റ് ഷെയർ പഠിക്കാം. താങ്ക് യു.